2014 പുറത്തിറങ്ങിയ പെൻഗ്വിൻസ് ഓഫ് മഡഗാസ്കർ എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് കാണുന്നതിന് മുന്നേ മഡഗാസ്കർ 1, 2, 3 സിനിമകൾ നിങ്ങൾ കണ്ടിരിക്കണം. കൂടാതെ നമ്മൾ ചെയ്ത മഡഗാസ്കർ 1 കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം ചാനലിൽ നിന്നും ഡിലീറ്റ് ആയി പോയായിരുന്നു. അതുകൊണ്ട് അത് കാണാത്തവർക്കായി നമ്മുടെ സെക്കൻഡ് ചാനലായ സ്റ്റോറി ലോകത്തിൽ നമ്മളത് ഇടുന്നതായിരിക്കും. ആ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ പിൻ ചെയ്തേക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒന്നാം ഭാഗം മഡഗാസ്കർ മൂവിയില്ലേ, ആ കഥ നടക്കുന്നതിന് മുന്നേയുള്ള അന്റാർട്ടിക്കയാണ് കാണിക്കുന്നത്. ഇതാണ് അന്റാർട്ടിക്ക, കൊടും തണുപ്പുള്ള സ്ഥലം. എന്നാലും ഇവിടെയും ജീവനുണ്ട് എന്ന് പറയുമ്പോൾ 100 കണക്കിന് പെൻഗ്വിൻസ് എങ്ങോട്ടെന്നില്ലാതെ വരിയായി കൂട്ടത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ എൻജോയ് ചെയ്താണ് പോകുന്നത്. ഇതിനിടെ എല്ലാ പെൻഗ്വിൻസിന്റെയും തമാശകളൊന്നും ഇഷ്ടപ്പെടാത്ത 3 കൊച്ചു പെൻഗ്വിൻസുകൾ മാറി നിൽക്കുന്നു. ഇവനാണ് നമ്മുടെ ക്യാപ്റ്റൻ കിപ്പർ. രണ്ടാമത് നിൽക്കുന്നത് റീക്കോ, എല്ലാ സാധനവും വിഴുങ്ങുന്നവനാണ് ഇവൻ. മൂന്നാമത് നിൽക്കുന്നത് നമ്മുടെ എല്ലാം പ്ലാൻ ചെയ്യുന്ന കൊവാസ്കി. അങ്ങനെ സ്കിപ്പർ ആണെങ്കിൽ നമുക്ക് ഇവരോടൊന്നും കൂടാതെ പറന്നു പോവാമെന്ന് പറയുകയും പറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരെ കൊണ്ട് അതിന് കഴിയാത്തത് കൊണ്ട് പിന്നെന്തിനാണോ ഈ കൈയെന്ന് പറയുമ്പോൾ റീക്കോ ഒറ്റ അടി വെച്ചു കൊടുക്കുകയും അപ്പോ അടിക്കാനാണോ കൈയെന്നും പറഞ്ഞ് സന്തോഷിക്കുകയാണ്. എന്നാൽ ഇതിനിടെ പെട്ടെന്നൊരു മുട്ട അവരെയും തട്ടിക്കൊണ്ട് അങ്ങ് ഉരുണ്ടുപോയതും അതാരെങ്കിലും പിടിക്കെന്ന് കിപ്പർ പറയുന്നുണ്ടെങ്കിലും ആ പോകുന്ന മുട്ടകളൊന്നും ആരും പിടിക്കത്തില്ല. കാരണം അങ്ങോട്ടൊക്കെ പോവാൻ എല്ലാവർക്കും പേടിയാണ്. അവിടെയൊക്കെ വലിയ ഡേഞ്ചർ ആണെന്നും പറയുകയും പിന്നെ നമ്മളെ കൊണ്ടൊന്നും അത് കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് ഇവിടുത്തെ മുട്ടകളൊക്കെ ഇഷ്ടം പോലെ നശിച്ചു പോകാറുണ്ട്. കൂടാതെ നമ്മൾക്ക് ഒരു കഴിവുമില്ല, ക്യൂട്ട്നെസ് മാത്രമേ ഉള്ളെന്ന് ഒരു പെൻഗ്വിൻ പറഞ്ഞു കൊടുക്കുകയും അതുകൊണ്ടാണ് മനുഷ്യര് നമ്മളെ വീഡിയോ പിടിക്കുന്നതെന്നും പറയുന്നു. നോക്കുമ്പോൾ മനുഷ്യന്മാര് അവരെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റ് പെൻഗ്വിൻസുകളൊന്നും പറഞ്ഞത് സ്കിപ്പറിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ മുട്ടയെ രക്ഷിക്കുമെന്ന് പറഞ്ഞതും എല്ലാ പെൻഗ്വിൻസും പേടിച്ചു പോവുകയും അവൻ മുട്ടയുടെ അടുത്തേക്ക് ഊരി ചെല്ലാനും തുടങ്ങും. ഈ സമയം മുട്ടയാണെ വലിയ മലയിൽ നിന്നും താഴേക്ക് വീഴാൻ പോകുന്നത് കണ്ട് കിപ്പർ വീഴാതിരിക്കാൻ അവൻ വേഗത കുറക്കുമെങ്കിൽ അവനും താഴേക്ക് വീഴാൻ നോക്കുകയും റീക്കോയും കൊവാസ്കിയും അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ അവര് കാരണം അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മുട്ട താഴേക്ക് വീഴുമെങ്കിലും ഒന്നും പറ്റാതെ ആ നശിച്ച കപ്പലിലേക്ക് ഉരുണ്ടങ്ങ് പോകുന്നു. ഇതോടെ അവിടം വലിയ ഡേഞ്ചറാണ്. ആ കപ്പലിലേക്ക് പോയ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്നാണ് പറയാറെന്ന് കൊവാസ്കി പറയുമ്പോൾ തന്നെ ഒരു കിളി അങ്ങോട്ടേക്ക് വരികയും അതിനെ നീർനായി പിടിച്ചു കളയുകയും ചെയ്യുന്നു. ഇതിനിടെ നോക്കുമ്പോൾ ആ മുട്ട കടിക്കാൻ വേണ്ടി നീർനായകൾ വളഞ്ഞു വരികയാണ്. അവർക്കാണെങ്കിൽ ഇത്ര മുകളിലായതുകൊണ്ട് രക്ഷപ്പെടുത്താനും പറ്റത്തില്ല എന്നോർത്ത് നിൽക്കുമ്പോൾ ന്യൂസ് റിപ്പോർട്ടർ ഈ പെൻഗ്വിൻസ് ഒക്കെ തണുത്ത് വിറച്ച് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണെന്നും പറയുകയും അവര് തന്നെ താഴേക്ക് തട്ടിയിടുകയും ചെയ്യുന്നു. ഇതോടെ കിപ്പറും കൂട്ടരും സേഫായി എത്തിച്ചേർന്നതും റീക്കോ ആ മുട്ട അങ്ങ് വിഴുങ്ങുകയും ഇതോടെ നീർനായി അവരെ പിടിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് എങ്ങനെയൊക്കെയോ അവിടെ നിന്നും രക്ഷപ്പെട്ട് കപ്പലിലുള്ള ഒരു പീരങ്കിയിലേക്ക് കയറിക്കളയുന്നു. അപ്പോഴേക്കും മറ്റവന്മാര് പിടിക്കാനായി അതിന്റെയും മേലെ കയറാൻ നോക്കിയതും കിപ്പർ ഒരു അടി വെച്ചു കൊടുക്കുകയും അതോടെ അതിന്റെ ലിവറിൽ തട്ടി തേറിച്ചങ്ങ് പൊങ്ങുകയും ഒരു ഐസിന്റെ മേലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു. ഇതോടെ മുട്ടയൊക്കെ പുറത്ത് വന്നിരിക്കുകയാണ്. ഈ സമയം ആ കപ്പലാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു. കിപ്പറാണെങ്കിൽ കൊവാസ്കി നമ്മളിത് നല്ലപോലെ ചെയ്തോന്ന് ചോദിച്ചതും സാർ നമ്മളിത് വളരെയധികം അടിപൊളിയായി ചെയ്തു എന്നുകൂടെ കേട്ടതും കിപ്പർ നമ്മുടെ ആദ്യത്തെ മിഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം അടിച്ച് ആഘോഷിക്കുകയും ആവേശത്തിൽ മുട്ടയ്ക്കും അടിച്ചു പോവുകയും ചെയ്യും. അതോടെ ആ മുട്ട പൊട്ടാൻ തുടങ്ങുകയും അവര് ആകാംക്ഷയോടെ അത് നോക്കി നിൽക്കുമ്പോൾ മുട്ട പൊട്ടിത്തെറിച്ച് വേസ്റ്റ് മൊത്തം മേലെ തെറിയുന്നു. എന്നാലും അതിലുള്ള കുഞ്ഞിനെ കണ്ട് അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവരാണ് നിങ്ങളാണോ എന്റെ ഫാമിലി എന്ന് ചോദിച്ചതും നിനക്ക് ഫാമിലി ഒന്നുമില്ല, നമ്മളിപ്പോ ഒരു ഐസിന്റെ പുറത്താണ്, അതുകൊണ്ട് ചിലപ്പോ നമ്മൾ മരിച്ചുവരെ പോകാമെന്നും കൊവാസ്കി പറഞ്ഞതും നിർത്തടാന്നും പറഞ്ഞ് കിപ്പർ സംസാരിക്കാൻ തുടങ്ങുന്നു. എടാ മോനെ, ഞങ്ങൾ നിന്റെ കുടുംബമാണെന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ നമ്മളെപ്പോഴും ഒരുമിച്ചാണെന്ന് പറയുകയും അവന് പ്രൈവറ്റ് എന്ന് പേര് വെക്കുകയും ചെയ്യും. അങ്ങനെ പെൻഗ്വിൻസ് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമെന്നും പറഞ്ഞ് അവര് ഐസ് കട്ടയിൽ നിന്നും എങ്ങോട്ടേക്കോ ഒലിച്ചു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മഡഗാസ്കർ 3 ഇല്ലേ, അതിനുശേഷമുള്ള കഥ. അങ്ങനെ അലക്സിന്റെ മാർട്ടിയുടെ ഒക്കെ സർക്കസ് കൂടാരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പ്രൈവറ്റിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അന്ന് എങ്ങോട്ടേക്കോ പോകാൻ വേണ്ടി അവര് കുറെ പടക്കം വെച്ച് കത്തിച്ച് പൊട്ടിക്കുകയും പറന്ന് പോവുകയും ചെയ്യുമ്പോൾ ഈ സിനിമ ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. അങ്ങനെ അവർ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ കിപ്പർ 10 വർഷം മുന്നേ പ്രൈവറ്റിന്റെ മുട്ട കിട്ടിയ കാര്യം പറയുകയും അന്ന് നമ്മുടെ ലോകത്തിൽ ഏറ്റവും ക്യൂട്ടായ പെൻഗ്വിൻ ജനിച്ചു എന്നും പറയാം. ഇത് കേട്ട് പ്രൈവറ്റിനാകെ സന്തോഷമായിരിക്കുകയാണ്. ഈ സമയം സ്കിപ്പറാണ് നമ്മളിപ്പോ നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായി പോകുന്നത് US-ലെ മൊത്തം പൊന്നുമുള്ള ഫോർട്ട് നോക്സിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പറന്ന് ഇറങ്ങുകയും അവര് പ്ലാൻ റെഡിയാക്കുകയും ചെയ്യും. എന്നാൽ പ്രൈവറ്റ് ഓരോന്ന് പറയാൻ ശ്രമിക്കുമെങ്കിലും അവനെ നീ ക്യൂട്ടാണെന്ന് പറഞ്ഞ് പറയാൻ സമ്മതിക്കുന്നില്ല. ഇതോടെ ഒരു കളിപ്പാട്ട് താഴേക്ക് എറിയുകയും അതിൽ നിന്ന് വിഷവാതകം വന്ന് സെക്യൂരിറ്റി
സെക്യൂരിറ്റീസ് ഒക്കെ ബോധം കെട്ട് പോവുകയും അവര് ഉള്ളിലേക്ക് കയറി സെക്യൂരിറ്റീസ് ഒന്നും കാണാതെ വീണ്ടും ഒളിച്ചു പോവുകയും അവിടെയുള്ള ലോക്ക് സിസ്റ്റത്തിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യും. ഇതോടെ അത് തുറക്കാൻ വേണ്ടി റീക്കോ ഒരു സാധനം അങ്ങ് പാറ്റിൽ നിന്നും എടുത്തു കൊടുത്തതും കിപ്പറിന്റെ നിർദ്ദേശപ്രകാരം അതിലൊരു പാട്ടിട്ട് അത് ഓപ്പൺ ആക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിപ്പോ തുറന്നിരിക്കുകയാണ്. ഇതോടെ അവര് കൂടാനക്കൂടി ഗോൾഡ് സൂക്ഷിച്ചിരിക്കുന്ന ലോക്കറിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമയം കിപ്പർ ആണെങ്കിൽ പ്രൈവറ്റെ നിന്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചതും സാർ എനിക്ക് ഈ ടീമിലെ ഏറ്റവും ഇന്റലിജന്റ് ആയി വർക്ക് ചെയ്യുന്ന ഒരുത്തനായി മാറണമെന്നും പറയുന്നു. സത്യത്തിൽ കിപ്പർ പ്രൈവറ്റിനോട് ഒരു പണിയും പറയാറില്ല. അതുകൊണ്ടാണ് അവനിപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇപ്പൊ നിനക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് കിപ്പർ ദൂരെയുള്ള ആ വെൻഡിങ് മെഷീൻ കാണിച്ചു കൊടുക്കുകയും അവനത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. സത്യത്തിൽ അവർ ഈ വെൻഡിങ് മെഷീൻ കട്ടെടുക്കാനാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, അല്ലാതെ പൊന്നല്ല. ഇതോടെ കിപ്പർ അതിലുള്ള ചീസി ഡിബിൾസ് എടുക്കാൻ വേണ്ടി അവന് ഒരു കോയിൻ കൊടുത്തതും അവന് വളരെയധികം സന്തോഷമായിക്കൊണ്ട് എല്ലാവർക്കും ഉമ്മ എടുക്കുകയും ചീസി ഡിബിൾസ് എടുക്കാൻ വേണ്ടി അതിലേക്ക് കോയിൻ ഇടുകയും ചെയ്യുന്നു. എന്നാൽ കിപ്പറാണ് കൊവാസ്കിയോട് ഒരു കാര്യം പറയുകയാണ്. നമ്മളിപ്പോ കയറിയിരിക്കുന്നത് അമേരിക്കയിൽ തന്നെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്താണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? സർ, അതിനർത്ഥം നമ്മൾ ക്രിമിനൽ ആയെന്നല്ലേ? അല്ലടാ, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൊവാസ്കി എന്നും പറയുന്നു. ഈ സമയം പുറകിലുള്ള പ്രൈവറ്റിന് പൈസ ഇട്ടിട്ടും ചീസി റിബിൾസ് കിട്ടാത്തതുകൊണ്ട് അവൻ അതിൽ കൈയിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവനെ ആരോ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി കളയുന്നു. ഈ സമയം അവരത് ശ്രദ്ധിച്ചതും അവന വെൻഡിങ് മെഷീന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കണ്ട് അവനെയും പൈസ ഇട്ടിങ്ങി എടുത്തു എന്നാണ് കിപ്പർ പറയുന്നത്. എന്നാൽ പെട്ടെന്ന് ഒരു കൈ വന്ന് അവരെ എല്ലാവരെയും അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി കളയുകയും വെൻഡിങ് മെഷീനും എടുത്ത് ഓടി പുറത്തേക്ക് കടന്നതിന് ശേഷം ഒരു ഹെലികോപ്റ്റർ വന്ന് അതിനെ തൂക്കിയെടുത്തങ്ങ് കൊണ്ടുപോകും. ശേഷം രാവിലെ ആകുമ്പോഴേക്കും വീനിസ് എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും അവിടെയുള്ള ഒരു കപ്പലിലേക്ക് ആ വെൻഡിങ് മെഷീൻ മുട്ടുകയും ചെയ്യും. അവരാണെങ്കിൽ അതിന്റെ ഉള്ളിലിരുന്ന സമയം മൊത്തം ചീസി ഡിബിൾസ് തിന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടെ കിപ്പറാണെങ്കിൽ റീക്കോയോട് പൂട്ട് തുറക്കാനുള്ള സാധനം എടുക്കാൻ പറഞ്ഞതും അവനൊരു പിന്നെടുത്ത് തുറന്നതിന് ശേഷം സ്റ്റൈലിഷായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത് കണ്ട പ്രൈവറ്റിനാണ് അവനെ പോലെ ആവാൻ വേണ്ടി ആ പിന്നെടുത്ത് വിഴുങ്ങാൻ നോക്കിയതും മൊത്തം കോരച്ച് പണ്ടാരം അടങ്ങി പോകുന്നു. എന്നിട്ട് അവരുടെ ഒപ്പം തന്നെ നടക്കാൻ തുടങ്ങുകയാണ്. അതിനിടെയാണ് അവിടെ ഒരു ചോന്ന ബട്ടൺ കാണുന്നത്. ഇത് കണ്ട അവനാണ് അത് അമർത്തട്ടെ എന്ന് ചോദിക്കുകയും വേണ്ടാന്ന് പറയുന്നതിന് മുന്നേ അതങ്ങ് അമർത്തിയതും അവർ ജെറ്റ് പോലെ താഴേക്ക് പോകുന്നു. കിപ്പറാണെങ്കിൽ ഞാൻ പറയാതെ ഒന്നും അമർത്തരുതെന്ന് പറയുന്നതിനിടെ വീണ്ടും മറ്റൊരു സ്വിച്ച് അമർത്തിയതും എന്തോ സാധനം വന്ന് അവരുടെ മുന്നിലേക്ക് നിൽക്കുന്നു. കൊവാസ്കി ആണെങ്കിൽ സർ, ഇത് കണ്ടിട്ട് വലിയൊരു ലേസർ പോലെയുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ പ്രൈവറ്റ് ആണ് മറ്റൊരു സ്വിച്ച് കണ്ടെത്തിയതും അത് അമർത്തുന്നതിന് മുന്നേ അവനെ എല്ലാരും കൂടെ പിടിച്ചു വെക്കുന്നു. എന്നാൽ ആ സമയം തന്നെ മുകളിലൂടെ ഒരുത്തൻ നടന്നു വരികയും താഴേക്ക് ചാടിയത് ചുരുണ്ടങ്ങ് പോകുന്നു. അവരെ നോക്കുമ്പോൾ ഒരു റബ്ബർ പോലെയുള്ള മനുഷ്യനാണ് അവൻ. പക്ഷെ അവൻ മനുഷ്യരെ പോലെയല്ല പെരുമാറുന്നത്. ഇതോടെ സ്കിപ്പർ ആണെങ്കിൽ നീ ആരാന്ന് ചോദിച്ചതും മനുഷ്യരിൽ ഞാൻ അറിയപ്പെടുന്നത് ഡോക്ടർ ഒക്ടാവിയസ് ബ്രയൻ എന്നാണ്. പിന്നെ ഞാൻ വലിയ സയന്റിസ്റ്റ് ആയാണ് അറിയപ്പെടുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്നെ ഇതിനു മുന്നേയും അറിയാം, നിങ്ങൾക്ക് എന്റെ പേരും അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഡ്രസ് അങ്ങ് അഴിക്കുകയും എന്റെ പേര് ഡെയ്വ് ആണെന്നും പറയുന്നു. സ്കിപ്പർ ആണെങ്കിൽ നമുക്കിവനെ അറിയുമെന്ന് കൊവാസ്കിയോട് ചോദിച്ചതും സർ, ഞാനിവനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും പറയുന്നു. ഇതോടെ അവനാണെങ്കിൽ മാസ് അടിക്കാൻ വേണ്ടി വീണ്ടും ഡേവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ടും അവർക്ക് മനസ്സിലാവാത്തത് കണ്ട് സത്യം പറ, നിങ്ങൾക്കെന്നെ അറിയില്ല എന്ന് ഒന്നുകൂടെ ചോദിക്കുകയും അങ്ങനെ അവന് വിഷമാവണ്ടെന്ന് കരുതി ഓ ഇത് ഡെയ്വ് ആയിരുന്നോ, കുറെ കാലമായാലോ കണ്ടിട്ട്, നിന്റെ വൈഫിന് സുഖമാണോ എന്നൊക്കെ കിപ്പർ ചുമ്മാ ചോദിച്ചതും ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് അവനാകെ ദേഷ്യപ്പെടുകയും നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലെങ്കിലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഡെയ്വ് അവന്റെ സൂക്ഷിച്ചു വെച്ച നോബോൾ എടുത്ത് കഥ പറയാൻ തുടങ്ങുന്നു. കുറെ മുന്നേ ന്യൂയോർക്ക് സിറ്റിയിലെ സെൻട്രൽ പാർക്ക് സൂയിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ എന്നെ കാണാനായി ഒരുപാട് ആൾക്കാരും കുട്ടികളും വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഞാൻ ഓരോ അഭ്യാസങ്ങളും കാണിച്ചിരുന്നു. അതിനാൽ കുട്ടികളൊക്കെ എന്റെ വലിയ ഫാനായിരുന്നു. പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല. കാരണം നിങ്ങൾ 4 പേര് അവിടേക്ക് വന്നു. അത് കാരണം എന്റെ ഫാൻസ് ഒക്കെ നിങ്ങളുടേതായതോടെ സൂയിലെ ആൾക്കാർ എന്നെ അവിടെ നിന്നും പുറത്താക്കി കളഞ്ഞു. ഇതോടെ അവരെന്നെ മാറി വേറെ കുറെ സൂയിൽ എത്തിച്ചെങ്കിലും പെൻഗിൻസിന്റെ വരവോടുകൂടെ ഞാൻ വെറും വേസ്റ്റായി മാറി. അതോടെ ഞാൻ ഒറ്റക്കായെന്നും പറയുകയും പ്രൈവറ്റിനെ അതായിട്ട് വളരെയധികം സങ്കടമാവുകയും ചെയ്തു. സത്യത്തിൽ പ്രൈവറ്റ് ഒരു ലോല ഹൃദയനാണ്. ഇതിനിടെ ഡെയ്വ് ആണെങ്കിൽ ഞാനിപ്പോ ജീവിക്കുന്നത് എന്റെ സന്തോഷം ഇല്ലാതാക്കിയ പെൻഗിൻസിനെ നശിപ്പിക്കാനാണെന്നും പറയുമ്പോൾ അവന്റെ ഓർമ്മകളായ എല്ലാ സ്നോ ഗ്ലോബും റീക്കോ വിഴുങ്ങി അങ്ങ് കളയുന്നു. കിപ്പറാണെങ്കിൽ സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നല്ല ആ സൂയിലേക്ക് വന്നതെന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ഡെയ്വ് അതൊന്നും കേൾക്കാതെ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാനുള്ള സാധനമൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു പച്ച സാധനം കാണിച്ചു കൊടുത്തതും അവരെ പിടിക്കാനായി ചുറ്റും നീരാളികൾ കൂടിയതുണ്ട്. ഡെയ്വ്, നിനക്ക് തെറ്റി മോനെ, നീ മറ്റുള്ള പെൻഗിൻസിനെ കാണും പോലെ ഞങ്ങളെ കണ്ടിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് റീക്കോയെ മേലെ അങ്ങ് കയറ്റുകയും അവൻ കഴിച്ച ചീസ് ബോൾ പൊടി മൊത്തം അങ്ങ് കണ്ണിലങ്ങ് അടിക്കുകയും ആ പച്ച സാധനവും വിഴുങ്ങി അവര് അവിടെ നിന്നും പുറത്തേക്ക് അങ്ങ് കടക്കുകയും ചാടി ഒരു ബോട്ടിലേക്കും കയറുന്നു. ഇതോടെ കിപ്പർ ഒരു ഗോൾഡ് കോയിൻ അതിലുള്ള ഗിറ്റാറിസ്റ്റിന് കൊടുത്തതും അവൻ മ്യൂസിക് അടിക്കാൻ തുടങ്ങുകയും അവര് തുഴഞ്ഞു പോകാനും തുടങ്ങുന്നു. ഈ സമയം ഡെയ്വിന്റെ ശിങ്കിടികളാണ് അവരെ പിടിക്കാനായി പുറകെ തന്നെ
വരുന്നുണ്ട്. പെൻഗിൻസ് ആണ് സ്പീഡിൽ പോകുന്നത് കൊണ്ട് ചിങ്കിടികൾ ഒരു ബോട്ടുകാരനെ പിടിച്ച് കൺട്രോളിൽ ആക്കുകയും തുഴഞ്ഞ് അടുത്തെത്തുകയും ചെയ്യുന്നു. ഇതോടെ കിപ്പർ അവരെ അടിച്ച് വീഴ്ത്താൻ നോക്കുകയാണ്. അപ്പോഴേക്കും നീരാളികൾ അവരുടെ നീല സാധനം കിപ്പറിന്റെ കണ്ണിലേക്ക് ആക്കി കളയുന്നു. അതുകൊണ്ട് തന്നെ അവന് കണ്ണ് കാണാത്തോണ്ട് കൊവാസ്കി എന്താണ് ചെയ്യേണ്ടതെന്ന് കിപ്പറിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നു. അതോടെ നീരാളികൾ അവിടെ വീണിരിക്കുകയാണ്. പെൻഗിൻസ് ആണെങ്കിൽ അവർ വിട്ടുപോയെന്നോർത്ത് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ചിങ്കിടികൾ വിട്ടുകൊടുക്കാതെ കൂടെ തന്നെ പറന്നു ചെല്ലുകയും ഇതോടെ കരക്കൊക്കെ കയറ്റി കപ്പൽ വെച്ച് നടന്നു പോകാനും തുടങ്ങുന്നു. എന്നാൽ ഇതെല്ലാം ഒരു കുറുക്കൻ കാണുന്നുണ്ട്. നീരാളികളാണ് ഡ്രെയിനേജിലൂടെ വരുന്നത് കൊണ്ട് അവരുടെ വടി നഷ്ടമാവുകയും അതൊരു സ്കൂട്ടറിന്റെ മേലേക്ക് കുത്തിക്കയറിയതും അതും എടുത്ത് പറപ്പിക്കാൻ തുടങ്ങും. നീരാളികളാണ് തുഴ വെച്ച് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് സ്കൂട്ടർ വീടിന് മുകളിലൊക്കെ കയറ്റി പറപ്പിക്കുമ്പോൾ നീരാളികൾ ആ ബോട്ടിലേക്ക് കയറുകയും താഴെ വീണ് മൊത്തം പൊട്ടി എങ്ങോട്ടും പോകാനില്ലാതെ ബ്ലോക്കായി നിൽക്കുകയും ചെയ്യും. അപ്പോഴേക്കും കിപ്പറിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും അവരെ നേരിടാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു പക്ഷിയും കരടിയൊക്കെ വന്ന് അതിനെ അടിച്ചങ്ങ് ഇട്ട് കളയുന്നു. ഇത് കണ്ട സ്കിപ്പറാണ് നിങ്ങൾ ഏതാന്ന് ചോദിച്ചതും ഒരു ജെറ്റ് വന്ന് നമ്മൾ നേരത്തെ കണ്ട കുറുക്കൻ ഇറങ്ങുകയും പേടിക്കേണ്ട പെൻഗിൻസ് നിങ്ങളിപ്പോ നോർത്ത് വിൻഡിന്റെ കൺട്രോളിലാണെന്നും പറഞ്ഞ് അവരെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവരെ കണ്ട കരടിയാണ് ഇവര് വളരെ ക്യൂട്ടാണെന്നും പറഞ്ഞ് താഴെ വെക്കാതെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ട കുറുക്കൻ കോപ്പറലിനോട് നിർത്താൻ പറഞ്ഞുകൊണ്ട് അവന്റെ ജോലി ചെയ്യാൻ പറയുന്നു. കൂടാതെ ഇവ എന്ന പക്ഷിയോട് നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയിക്കാനും പറയുന്നു. ഇതിനിടെ കിപ്പറാണെങ്കിൽ എന്റെ സാധനം ഇങ്ങനെ എടുക്കാൻ പറയുകയും അത് കുറുക്കന്റെ മുന്നിൽ വെച്ച് തിന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ആരാ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കൊന്നും ഞങ്ങൾ വരില്ല എന്ന് പറയുമ്പോൾ അയാൾ നോർത്ത് വിൻഡ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ സ്കിപ്പർ അയാളെ പറയാൻ സമ്മതിക്കുന്നില്ലെങ്കിലും എങ്ങനെയൊക്കെയോ അയാൾ പറയാൻ തുടങ്ങുന്നു. നോർത്ത് വിൻഡ് സ്വയം രക്ഷിക്കാനാവാത്ത എന്തുതരം ജീവികളെയും അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഫോഴ്സ് ആണെന്ന് പറയുകയും ഉദാഹരണത്തിന് പെൻഗിൻസ് സ്വയം രക്ഷിക്കാൻ കഴിവില്ലാത്തവരാണെന്നും പറയുന്നു. ഓ, അപ്പൊ അങ്ങനെയാണോ? നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചതും എന്റെ പേര് ക്ലാസിഫൈഡ്, പിന്നെ ഞാനാണ് ഈ ടീമിന്റെ ലീഡർ എന്നും പറയുകയും അയാൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഷോർട്ട് ഫ്യൂസ്. ഇവൾ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ എക്സ്പേർട്ട് ആണ്. പിന്നെ ഇവനാണ് കോർപ്പറൽ, ഞങ്ങളുടെ മസിൽമാൻ. ശേഷം ആ മൂങ്ങയെ കാണിക്കുകയും ഇവളാണ് ഇവള് വലിയ ബുദ്ധിശാലിയാണെന്നും പറയുന്നു. ഇതോടെ ഞങ്ങളും വലിയ ടീമാണെന്ന് സ്കിപ്പറും പറയുകയും ഞാനാണ് ക്യാപ്റ്റൻ എന്നും പറഞ്ഞുകൊണ്ട് സ്കിപ്പറും അവരുടെ ടീമിനെ പരിചയപ്പെടുത്താൻ തുടങ്ങുന്നു. ഇതാണ് കൊവാസ്കി, ഞങ്ങളുടെ മൊത്തം പ്ലാനും ഇവനാണ് ചെയ്യുന്നത്. മറ്റവനാണ് റീക്കോ, ഞങ്ങളുടെ ആയുധ ശേഖരണമൊക്കെ ഇവന്റെ കയ്യിലാണ് എന്നും പറഞ്ഞതും ആ ഒരു ആവേശത്തിൽ അവന്റെ കഴിവ് കാണിക്കാൻ വേണ്ടി ആ കസേര അങ്ങ് ഒത്തിപ്പൊളിക്കുന്നു. അങ്ങനെ അവസാനമായി ഞങ്ങളുടെ ടീമിലുള്ളവനാണ് പ്രൈവറ്റ്. ഇവൻ നമ്മുടെ ടീമിലെ വലിയ എന്ന് പറഞ്ഞ് സ്കിപ്പറിന് പറയാൻ കിട്ടാതാവുകയും അവൻ നമ്മുടെ ടീമിന്റെ സെക്രട്ടറി ആണെന്നും പറയുന്നു. ഇതോടെ അവന് ടീമിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തതിൽ വിഷമമാവുന്നുണ്ട്. അപ്പോഴേക്കും അവർ നോർത്ത് വിൻഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കയറുകയും അവിടുത്തെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ക്ലാസിഫൈഡ് നിങ്ങളെ തലം പൊളിയാണെന്ന് സ്കിപ്പർ പറയുന്നു. ഇതോടെ അവരവിടെ ലാൻഡ് ചെയ്യുകയും പെൻഗിൻസിനോട് ക്ലാസിഫൈഡ് സംസാരിക്കാനും തുടങ്ങുന്നു. ഡോക്ടർ ബ്രയാൻ ഇപ്പോ പെൻഗിൻസിനെയാണ് നോട്ടമിട്ടിരിക്കുന്നത്, അതുകൊണ്ട് അവനെ നിയമപരമായി എന്തായാലും പൂട്ടണം. അതിനാൽ അവനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം പറയാൻ പറഞ്ഞതും ആദ്യമൊക്കെ സ്കിപ്പറും കൂട്ടരും കസേരയിലൊക്കെ കളിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഡോക്ടർ ബ്രയാൻ സത്യത്തിൽ ഡെയ്വ് എന്നു പേരുള്ള ഒരു നീരാളിയാണ് എന്നും പറയുമ്പോൾ കൂടെയുള്ളവരൊക്കെ അത് കേട്ട് ഡോക്ടർ ബ്രയാൻ ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ്. എന്നാൽ അയാൾ എന്തേലും ആവട്ടെ, പക്ഷേ ഞങ്ങൾക്കിപ്പോ അറിയാൻ കഴിഞ്ഞത് അയാളിപ്പോ പെൻഗിൻസിനെ നശിപ്പിക്കാൻ വേണ്ടി വെനീസിലെ അയാളുടെ സ്ഥലത്ത് വെച്ച് മെഡൂസ സിറം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വലിയ ഡേഞ്ചർ ആവുമെന്നും പറഞ്ഞതും അവനിനി അത് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല, കാരണം സാധനം ഞങ്ങളുടെ കയ്യിലിരിക്കുവല്ലേ എന്ന് പറഞ്ഞ് റീക്കോയുടെ വാറ്റിൽ നിന്നും അതങ്ങ് എടുത്തു കൊടുത്തതും നിങ്ങൾ ഇതും കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞ് ക്ലാസിഫൈഡ് ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ അവിടുത്തെ സിസ്റ്റം ഒക്കെ ഡെയ്വ് ഹാക്ക് ചെയ്യുകയും വലിയ ചിരിച്ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് എന്റെ റൂംമേറ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. എന്നാൽ കിപ്പർ ആണെങ്കിൽ ഇവനെ പരിചയപ്പെട്ടത് തന്നെ ഇന്നലെയാണെന്ന് പറയുകയാണ്. ക്ലാസിഫൈഡ് ആണെങ്കിൽ എടാ മോനെ, നിന്റെ കണ്ടുപിടിച്ച സിറമൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും, കാരണം അതിപ്പോ എന്റെ കയ്യിലാണെന്നും പറഞ്ഞ് മാസ് എടുക്കുമ്പോ ഓ അങ്ങനെയാണോ, എന്നാ ഇത് കണ്ടോന്ന് പറഞ്ഞ് അവിടെ ഒരുപാട് സിറം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയും എല്ലാവരും ഞെട്ടിയതും ഞങ്ങളെ 4 പേരെ നശിപ്പിക്കാൻ നിനക്കെന്തിനാ ഇത്ര സിറമെന്നും ചോദിക്കുന്നു. അപ്പോ നിങ്ങൾ കരുതിയിരിക്കുന്നത് ഇത് നിങ്ങളെ മാത്രം നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണല്ലേ? പക്ഷേ നിങ്ങൾക്ക് തെറ്റി. ഇത് വെച്ച് ഞാൻ മുഴുവൻ പെൻഗിൻസിനെയും നശിപ്പിക്കും, അതിലൂടെ എന്റെ റിവെഞ്ച് കംപ്ലീറ്റ് ആവുമെന്നും പറഞ്ഞ് അലറിക്കൊണ്ട് വീഡിയോ കോള് ഓഫാക്കാൻ പോയതും അത് ഓഫാകുന്നില്ല. ഇതോടെ മറ്റൊരു നീരാളി വന്ന് അത് ഓഫാക്കി കൊടുക്കുന്നു. കൂടാതെ അപ്പൊ തന്നെ ഒരു എമർജൻസി അലേർട്ട് വരികയും ജർമ്മനിയിലെ ബെർലിൻ എന്ന സ്ഥലത്തുള്ള പെൻഗിൻസിനെ ഇല്ലാതാക്കാൻ അവൻ പോവുകയാണെന്നും അവർക്ക് മനസ്സിലാവുന്നു. ഇതോടെ അവരുടെ മൊത്തം ടീമും അവനെ പിടിക്കാനായി തയ്യാറായതും കിപ്പറും ടീമും പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നു. ബോയ്സ്, നമുക്കിതാ പുതിയ മിഷൻ വന്നിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ആ ഡെയ്വിനെയൊക്കെ തട്ടി ഇതും ജയിക്കുമെന്ന് പറയുകയും നമ്മുടെ മിഷൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞ് ചർച്ച പിരിച്ചുവിടുന്നു. എന്നിട്ട് റീക്കോയൊക്കെയാണ് അവിടുത്തെ മിസൈലൊക്കെ എടുത്ത് വിഴുങ്ങുകയാണ്. കിപ്പറാണ് ചെറിയൊരു ജെറ്റ് എടുത്ത് പറപ്പിക്കാനും തുടങ്ങുന്നു. ഇതോടെ അവർക്കാകെ ദേഷ്യമായി ബെഞ്ചിലേക്ക് അടിച്ചതും റീക്കോയുടെ വയറ്റിലുള്ള മിസൈൽ പോയി അവരുടെ ജെറ്റ് അങ്ങ് പൊട്ടിത്തെറിക്കുന്നു. ഇതോടെ അപ്പൊ തന്നെ എല്ലാവരെയും മയക്കുവെടി വെച്ച് വീഴ്ത്തിയ ശേഷം ഒരു പെട്ടിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. അവരാണെങ്കിൽ ഇവർ ഉറങ്ങുമ്പോഴും
എന്തൊരു ക്യൂട്ടാന്ന് പറഞ്ഞ് അവരെ നോക്കുകയും ഇവരെ മഡഗാസ്കറിലേക്ക് പറഞ്ഞു വിടാനും പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവരുള്ളത് മഡഗാസ്കറിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റിലാണ്. അങ്ങനെ അവരെ പെട്ടി പൊളിച്ച് പുറത്തെത്തിയപ്പോഴാണ് അവരുടെ മേലെയുള്ള മയക്കുവെടി കാണുന്നത്. ഇതോടെ അവരെ ആ മിഷനിൽ നിന്നും പുറത്താക്കാനാണ് ക്ലാസിഫൈഡ് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ സർ അവര് ഇപ്പോഴും കരുതിയിരിക്കുന്നത് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ്. അതുകൊണ്ട് അവർക്ക് നമ്മളാരാന്ന് കാണിച്ചു കൊടുക്കണമെന്ന് കൊവാസ്കി പറയുകയും ഫ്ലൈറ്റ് തുറക്കാനുള്ള സ്വിച്ച് അങ്ങ് അമർത്തുകയും ചെയ്യുന്നു. ഇതോടെ അവർ പറന്ന് താഴേക്ക് വീഴുകയാണ്. ഇതിനിടെ അവർ പറക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കുമ്പോൾ അതിലൂടെ പോകുന്ന ഒരു ഫ്ലൈറ്റിന് തട്ടുകയും പൈലറ്റ് വൈപ്പർ ഇട്ട് അവരെ തട്ടിക്കളയുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ മറ്റൊരു ഫ്ലൈറ്റ് കണ്ട് അതിലേക്ക് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് പൊളിച്ചങ്ങ് കയറിയതും ഫ്ലൈറ്റിലുള്ള ആൾക്കാരൊക്കെ ആകെ പേടിച്ചു പോകുന്നു. ഈ സമയം സ്കിപ്പറാണ് കൊവാസ്കി ഈ ഫ്ലൈറ്റ് എങ്ങോട്ടാ പോകുന്നത്? സർ എനിക്ക് തോന്നുന്നത് ഇത് പാരീസിലേക്കുള്ള ഫ്ലൈറ്റ് ആണെന്നാണ്. അയ്യോ നമ്മള് പാരീസിലേക്കുള്ള ഫ്ലൈറ്റിലാണോ കയറി, നമുക്ക് അങ്ങോട്ട് പോകണ്ട എന്ന് സ്കിപ്പർ പറഞ്ഞതും സർ എന്നാ നമുക്ക് ഫ്ലൈറ്റ് മാറാമെന്നും പറഞ്ഞ് പൈലറ്റ് ഇരിക്കുന്ന ക്യാബിനിലേക്ക് ചെല്ലുകയും അടുത്തൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ട് അതിലേക്ക് കയറാൻ വേണ്ടി മൊത്തത്തിൽ ഫ്ലൈറ്റ് അങ്ങ് പൊക്കുകയും ഒരു പെട്ടിയിൽ കയറി വാതിലും പൊളിച്ച് താഴേക്ക് അങ്ങ് ചാടുകയും ചെയ്യുന്നു. പക്ഷേ ആ പോകുന്ന ഫ്ലൈറ്റിന്റെ അടുത്തവർ എത്തുമെങ്കിലും അതിനു മുന്നേ പെട്ടിയുടെ ചിറക് പൊട്ടിപ്പോവുകയും താഴേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ താഴേക്ക് സേഫായി ലാൻഡ് ചെയ്യാൻ വേണ്ടി എന്തേലും ഉണ്ടോ എന്ന് മുകളിൽ നിന്നും വീഴുന്ന പെട്ടിയിൽ കയറി നോക്കുകയും പെട്ടെന്നെന്തോ കിട്ടിയതും റീക്കോയെ വെച്ച് അത് ഊതി തടിപ്പിക്കുകയും താഴേക്ക് സേഫായി ലാൻഡ് ചെയ്തതും ഈ സാധനം കൊള്ളാലോന്ന് പറഞ്ഞ് അതിൽ ഒരുപാട് നേരം 4 പേരും ചാടിക്കളിക്കുന്നു. ശേഷം വീണ്ടും മിഷനിലേക്ക് അടക്കാമെന്ന് സ്കിപ്പർ പറയുകയും ഡെയ്വിനി എവിടെ നിന്നാണാവോ അടുത്ത പെൻഗിൻസിനെ പൊക്കുമെന്നും പറഞ്ഞ് ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് റിയോ ഡി ജനൈറോ എന്ന സ്ഥലത്തുള്ള പെൻഗിൻസിനെയാണ്. അവരവിടെ നിന്ന് എൻജോയ് ചെയ്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് റഫറിയായി ഡേവ് അങ്ങോട്ടേക്ക് എത്തുകയും ഫുട്ബോളായി രൂപം മാറിയ നീരാളി അവരെ പിടികൂടിയതിനു ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം തന്നെ ആ പെൻഗിൻസിനെ രക്ഷിക്കാനായി നോർത്ത് വിൻഡ് ടീം വരുമെങ്കിലും അവർ വരുന്നതിന് മുന്നേ ഡേവ് അവരെ പിടിച്ചു പോയിട്ടുണ്ടെന്ന് ടീമിന് മനസ്സിലാവുകയും അതിലുള്ള കരടിയാണെങ്കിൽ ഇവൻ ഒരുപാട് പെൻഗിൻസിനെ പിടികൂടിയെന്നും പറഞ്ഞ് അവനാകെ വട്ടാവുന്നത് കണ്ട് നമ്മൾ എല്ലാവരെയും രക്ഷിക്കുമെന്ന് പറഞ്ഞ് ക്ലാസിഫൈഡ് അവനെ ആശ്വസിപ്പിക്കുന്നു. ഈ കരടിക്ക് ഇത്രയും വട്ടാവാൻ കാരണം അവന് പെൻഗിൻസിനെ അത്രയും ഇഷ്ടമാണ്. എന്നാൽ ഈ സമയം തന്നെ പെട്ടെന്നെന്തോ അലേർട്ട് വരികയും ആ പെൻഗിൻസ് മഡഗാസ്കറിലേക്ക് എത്തിയിട്ടില്ലെന്നും എവ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ പെൻഗിൻസ് ആണെങ്കിൽ ഇപ്പോ ചൈനയിലെ ഷങ്കായി എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവരാണെങ്കിൽ ഡെയ്വനി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാൻ വേണ്ടി ആരോട് ചോദിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള മീൻകടയിലെ ഒരു നീരാളിയെ കാണുകയും അതിനെ പിടിച്ച് കീപ്പർ അടിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അത് കണ്ട കൊവാസ്കി ആണെങ്കിൽ സർ അതൊരു കുട്ടിയാണെന്ന് പറഞ്ഞതും കീപ്പർ അടി നിർത്തുകയും ഇതോടെ ആ കുട്ടി കരയുന്നതോടെ അവൻ അതിനെ തിരിച്ചിടുകയും ഡെയ്വ് എവിടെയാണെന്ന് മനസ്സിലാവാതെ നമ്മളിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ടിവിയിൽ ന്യൂസ് വരികയും ഒരുപാട് സ്ഥലത്തുള്ള പെൻഗിൻസിനെ കാണാനില്ലെന്നും അതിൽ കാണിക്കുന്നു. അപ്പോഴാണ് അവർക്ക് ആ കാര്യം ഓർമ്മ വരുന്നത്. മറ്റേ ഡെയ്വ് ഇവർക്കൊരു സ്നോ ഗ്ലോബ് കാണിച്ചു കൊടുത്തില്ല, അത് പെൻഗിൻസ് ഉള്ള സ്ഥലത്തിന്റെ സ്നോ ഗ്ലോബ് ആണ്. അപ്പോ ആ സ്നോ ഗ്ലോബ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കിനി ആ ഡെയ്വ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ റീക്കോ അവൻ വിഴുങ്ങിയ മൊത്തം ഗ്ലോബും തുപ്പുകയും മാപ്പ് നോക്കി അതിൽ ഇനി പോവാത്ത സ്ഥലം ഷാങ്കായി ആണെന്ന് മനസ്സിലാക്കുന്നു. സത്യത്തിൽ അവരിപ്പോ ഉള്ളത് ഷാങ്കായിലാണ്. പക്ഷേ അവർക്കത് അറിയാത്തതുകൊണ്ട് ഷാങ്കായിലേക്ക് പോകുന്ന ഒരു വണ്ടിക്ക് കയറുകയും അവർ പോയെടുത്ത് തന്നെ വീണ്ടും എത്തിയതും അപ്പോ ഇതാണല്ലേ ഷാങ്കായി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയം പ്രൈവറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു പെൻഗിൻസിന്റെ ഫോട്ടോ കണ്ട് കാണിച്ചു കൊടുക്കുമെങ്കിലും കിപ്പർ മൈൻഡ് പോലും ചെയ്യില്ല. എന്നാൽ കൊവാസ്കി അത് വീണ്ടും കാണിച്ചു കൊടുക്കുകയും അടുത്തത് ഡേവിന്റെ ടാർഗറ്റ് ഈ പെൻഗിൻസിനെ ആയിരിക്കുമെന്നും പറയുമ്പോൾ കൊവാസ്കി ഇനി അടിപൊളിയാണെന്നും പറഞ്ഞ് അവനെ ആദരിക്കുകയാണ്. എന്നാൽ പ്രൈവറ്റിന് അതൊക്കെ ചെറുതായി സങ്കടമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷാങ്കായിലെ പ്രധാന ടൗണിലെ മറൈൻ വേൾഡ് എന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വെച്ച് ആ മെർമെയ്ഡ് പെൻഗിൻസിന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വെള്ളത്തിനടിയിലെ പെർഫോമൻസ് കണ്ട് ജനങ്ങളൊക്കെ ആകെ എൻജോയ് ചെയ്ത് കാണുന്നു. എന്നാൽ ആ സമയം തന്നെ ഒരു സ്യൂട്ടും ഇട്ട് പെൻഗിൻസിനെ പിടിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ കിപ്പറും കൂട്ടരും കുട്ടികളുടെ ബാഗ് പോലെ അഭിനയിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഈ സമയം ഒരു കുട്ടിയാണെങ്കിൽ അത് ശരിക്കും ബാഗാണെന്ന് കരുതി റീക്കോയുടെ വായ തുറക്കുകയും റീക്കോയുടെ വായ ആയതുകൊണ്ട് അവനൊരു ലേസ് കിട്ടുകയും അവൻ അതും എടുത്ത് പോവുകയും ചെയ്യുന്നു. ഈ സമയം സ്കിപ്പറാണ് ഡെയ്വിനെ കണ്ടെത്തിയതും മിഷൻ ഓണായെന്നും പറഞ്ഞ് 3 പേരും 3 ഭാഗത്തേക്കായി പിരിഞ്ഞ് അവരുടെ പ്ലാന് പോലെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. പക്ഷേ പ്രൈവറ്റിന് മാത്രം കിപ്പർ ഒരു പണിയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സർ എനിക്കും എന്തെങ്കിലും ടീമിന് വേണ്ടി ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞതും നിന്റെ ചിരി തന്നെ നമ്മുടെ ടീമിന് വലിയൊരു സപ്പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മെർമെയ്ഡ് ഡ്രസ്സ് അവനോട് ഇടാൻ പറയുകയും മനസ്സില്ലാ മനസ്സോടെ അവനത് ഇടാൻ റെഡിയാവുകയും ചെയ്യുന്നു. അങ്ങനെ ഡെയ്വ് അപ്പോഴേക്കും അതിന്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ ആ ഡ്രസ് ഇട്ട പ്രൈവറ്റിനെ നീ എന്തൊരു ക്യൂട്ടാന്ന് പറഞ്ഞ് അവനെ ജനങ്ങളുടെ മുന്നിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ തന്നെ റീക്കോ നീർനായുടെ ടാങ്കിന്റെ അടുത്ത് പോയി നിന്നു കൊടുക്കുകയും അത് പൊട്ടിച്ച് പുറത്തു വരുന്നതോടെ ഡെയ്വ് ഒലിച്ചു പോവുകയും റീക്കോ കാഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതിനിടെയാണ് അവിടുത്തെ ജോലിക്കാരൻ അവിടെയുള്ള പെൻഗിനാണെന്ന് കരുതി പ്രൈവറ്റിനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കളയുന്നു. അപ്പോഴേക്കും നോർത്ത് വിൻഡ് ടീം ഡെയ്വിനെ പിടിക്കാനെത്തിയതും ഒരു
അസ്ഥികൂടം ഇട്ട് കിപ്പറും ടീമും അവനെ പൂട്ടുകയും എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ നോർത്ത് വിൻഡ് നിങ്ങൾ എത്തിയെന്നും പറഞ്ഞുകൊണ്ട് മിഷൻ കംപ്ലീറ്റ് ആയെന്നും പറഞ്ഞ് അവര് തമ്മിൽ അടിക്കുകയാണ്. അതോടെ അവനെ അവിടെ നിന്നും കൊണ്ടുപോകാൻ വേണ്ടി നോർത്ത് വിൻഡ് ടീം അസ്ഥികൂടം പൊക്കി നോക്കിയതും ആ ഡ്രസ്സും അവിടെ ഇട്ട് അവിടെയുള്ള ഒരു പൈപ്പിലൂടെ പോയെന്ന് അവർക്ക് മനസ്സിലായതും പെട്ടെന്ന് ഡേവ് ടാങ്കിലേക്ക് എത്തുകയും പ്രൈവറ്റ് ഉൾപ്പെടെ ബാക്കി പെൻഗിൻസിനെ പിടിക്കുന്നത് കണ്ട് നമ്മുടെ പ്രൈവറ്റ് അവന്റെ ഇല്ലാന്ന് പറഞ്ഞ് കിപ്പറാകെ പേടിക്കുകയും അവൻ അവിടെ നിന്നും പോയത് കണ്ട് ഉടൻ തന്നെ അവിടെ പൊളിച്ച് ആ പൈപ്പിലൂടെ അവരും പോകാൻ തുടങ്ങുന്നു. എന്നാൽ അവര് എത്തും മുന്നേ ഡേവ് കാപ്പലും എടുത്ത് അവിടെ നിന്നും പോകുന്നത് കണ്ട് കിപ്പറും കൂട്ടരും പ്രൈവറ്റിനെ ഓർത്ത് ആകെ സങ്കടപ്പെടുകയും ചെയ്യുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പാർട്ടുമായി ഉടൻ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.